ഹലോ ഫ്രണ്ട്സ്, നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് ഗ്രൗണ്ട് ഓർക്കിഡ്, അതല്ലെങ്കിൽ സ്പാത്തോഗ്ലോട്ടിസ് എന്ന പേരിലെല്ലാം അറിയപ്പെടുന്ന നല്ലൊരു വെറൈറ്റി ചെടിയും കൊണ്ടാണ് കേട്ടോ. സ്പാത്തോഗ്ലോട്ടിസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അത്രയും അങ്ങോട്ട് സുപരിചിതമായിക്കൊള്ളണമെന്നില്ല, എന്നാൽ നല്ല രീതിയിൽ പൂക്കൾ തരുന്ന ഇനം കൂടിയാണ് നമ്മുടെ ഈ ഗ്രൗണ്ട് ഓർക്കിഡ്. ഒരു ചെറിയ തൈ ഉണ്ടായാൽ മാത്രം മതി നമുക്ക് ഒരുപാട് ഇലകൾ പൊട്ടി വരികയും അതിൽ നിന്ന് ഒരുപാട് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. ഇപ്പോൾ മുതൽ നമുക്ക് നിറച്ച് പൂക്കളാണ് കേട്ടോ ഇനി കുറച്ച് നാളത്തേക്ക് അങ്ങോട്ട് വരുന്നത്. നിറച്ച് പൂക്കൾ ഉണ്ടാവുന്ന നല്ല 4 വെറൈറ്റീസും കൊണ്ടാണ് കേട്ടോ നമ്മളിന്ന് വന്നിരിക്കുന്നത്. ഇത് പെയിൽ യെല്ലോ എന്ന ഐഡിയ ആണ്. ഇത് നമ്മുടെ ഓറഞ്ച് സ്റ്റാർ. ഇതിലെല്ലാം നിറച്ച് പൂക്കളാവും കേട്ടോ. പെട്ടെന്ന് തന്നെ തൈകൾ നല്ല രീതിയിൽ പിടിക്കുകയും അതുപോലെ പുതിയ തൈകൾ ഇളപൊട്ടി വരികയും ഒക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വളർത്തിയെടുക്കാൻ എളുപ്പത്തിലുള്ള 4 ഗ്രൗണ്ട് ഓർക്കിഡ്സും കൊണ്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. ഇത് ഫാൻസി മിനി. ഈ 4 വെറൈറ്റീസിലും ഏറ്റവും അധികം പൂവുണ്ടാകുന്നത് ഈ ഫാൻസി മിനിയിലാണ് കേട്ടോ. നമുക്ക് ഈ ഒരു സീസൺ ആവണമെന്നില്ല, എന്നാലും നല്ല രീതിയിൽ പൂക്കളുണ്ടാവും. ഒരു വലിയ മെച്ചുവേർഡ് ആയിട്ടുള്ളൊരു പ്ലാന്റും പിന്നെ ചെറിയ 1-2 കിക്കീസും കൂടി വരുന്ന പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ നിങ്ങളുടെ കൈകളിലേക്ക് തരുന്നത്. അതുപോലെ ഓരോ വെറൈറ്റീസിലും നമ്മൾ 50 രൂപ കുറച്ചിട്ടാണ് കോംബോ സെറ്റ് ചെയ്തിരിക്കുന്നത്. കൊറിയർ ചാർജ് ഉൾപ്പെടെയാണ് കേട്ടോ നമുക്ക് 900 രൂപ വരുന്നത്. അപ്പോൾ ഈ കാണുന്ന വെറൈറ്റീസാണ് നമുക്ക്. ഇത് നമ്മുടെ ഫാൻസി മിനിയാണ് കേട്ടോ. ഈ ഫാൻസി മിനിയിൽ നല്ല രീതിയിൽ നിറച്ച് പൂക്കളുണ്ടാവും. അപ്പോൾ അതിനകത്ത് ഒരുപാട് പൂവുള്ളത് കൊണ്ട് തന്നെ ഇതെല്ലാം കൂടി ഒന്ന് ക്ലബ് ചെയ്തിട്ട് കുറച്ച് പ്ലാന്റ്സ് ക്ലബ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ കാണുന്നത് കേട്ടോ. ഈ ഫാൻസി മിനി എന്ന് പറഞ്ഞ ഐഡിയയുടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതിനകത്തേക്ക് നോക്കിയാൽ ഒരു 3 കളറിൻ്റെ അടുത്തേക്ക് കാണാനായിട്ട് കഴിയും അല്ലേ. സിംഗിൾ പ്ലാന്റ്സിൻ്റെ റേറ്റ് ഞാൻ തുടക്കത്തിൽ തന്നെ ഓരോ ഫോട്ടോയുടെ മേലെയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ കാണുന്നത് പർപ്പിൾ ഡോട്ട് എന്ന് പറയുന്ന ഒരു ഇനാണ്. കാര്യമായ യാതൊരു കെയറും നമുക്കിതിന് ആവശ്യമില്ല കേട്ടോ. അത്യാവശ്യം ചെറിയ ചെറിയ തൈകൾ നമ്മൾ മേടിച്ച് വെച്ചിട്ട് അതിന് ഇത്തിരി ചാണകപ്പൊടി, ആട്ടുംകാട്ടം, അങ്ങനെ എന്തെങ്കിലും പിന്നെ നമ്മുടെ പച്ചക്കറിയുടെയൊക്കെ വേസ്റ്റ് അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നല്ല ബുഷിയായിട്ട് വരും. പിന്നെ ഇതിലിങ്ങനെ നിറയെ മൊട്ടുകൾ വന്ന് തുടങ്ങുമ്പോൾ തന്നെ ചെറിയ രീതിയിലുള്ള ഉറുമ്പുകളൊക്കെ വരും കേട്ടോ. ഈ കാണുന്ന വെറൈറ്റീസിൻ്റെ എല്ലാം പ്ലാന്റ്സിൻ്റെ സ്പൈക്കുകൾക്ക് നല്ല നീളം വരുന്നുണ്ട് കേട്ടോ. വരും ദിവസങ്ങളിൽ കൂടുതൽ വെറൈറ്റീസ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ട് വീഡിയോ ചെയ്യുന്നതാണ്. ആവശ്യമുള്ളവരൊക്കെ പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ കേട്ടോ.